അങ്ങനെ ഭ്രാന്തനും മാനസാന്തരം വന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? മലർപ്പൊടിക്കാരന് പറ്റിയ അമളി പോലെ മായച്ചയുടെ പദ്ധതി മുഴുവൻ തലയും കുത്തി ദേ കിടക്കുന്നു. എന്തൊക്കെയായിരുന്നു? SK വെഡിങ് ആനിവേഴ്സറിക്ക് കൂടത്തില്ല, SK എല്ലാം തകർക്കുന്നൊക്കെ ആയിരുന്നല്ലോ വീമ്പിളക്കിയത്. എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ അനിയനും ചേട്ടനും കൂടെ ഒന്നായി. നീ പറഞ്ഞത് ശരിയാടി. ഇത്ര പെട്ടെന്ന് SKയ്ക്കൊരു മാനസാന്തരം വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലെ ആയില്ലേ? DK വേണ്ടെന്ന് പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി SK നിർബന്ധിച്ച് നടത്താൻ പോകുന്നു. നമ്മുടെ ഐഡിയകളൊന്നും പഴയതുപോലെ അങ്ങോട്ട് ഏൽക്കുന്നില്ല. ഇങ്ങനെ നിരാശപ്പെടാതെ താരെ, വെഡിങ് ആനിവേഴ്സറി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. എന്തിന്? നമുക്ക് പോയി DKയ്ക്കും ജ്യോതിക്കും ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞിട്ട് മൂക്ക് മുട്ട ഫുഡ് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാം. ഇനിയിപ്പോ അതേ പറ്റൂ. ഇന്നത്തെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞാ അവളെ അമ്മായിയമ്മയായിട്ട് അംഗീകരിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല. ഇപ്പൊ തന്നെ DK ആകെ ഇറിറ്റേറ്റഡ് ആയിരിക്കാം. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നിന്നു കൊടുക്കുന്നു എന്നല്ലാതെ DKക്ക് ഇതിൽ ഒരു താല്പര്യവും. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഭഗവതി? നീ ഈ ഇടിമിന്നൽ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ താരെ? അതിനിപ്പോ ഇവിടെ എവിടെ ഇടിമിന്നല്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോ മഴയ്ക്ക് മുൻപ് ഇടിമിന്നൽ ഉണ്ടാവും. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആകാശത്ത് ചില ഗർജനങ്ങൾ ഉണ്ടാവും. അപകടം കുറവായിരിക്കും. എന്നാൽ തെളിഞ്ഞ ആകാശത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില ഇടിമിന്നലുകളുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് വരുന്നത്. പക്ഷേ വന്നാൽ ആരുടെയെങ്കിലും ജീവനെടുത്തേ അത് പോകൂ. അമരാവതിക്ക് മുകളിൽ അങ്ങനെ ഒരു ഇടിമിന്നൽ വരും താരെ. നീ നോക്കിക്കോ. അങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ? ഇന്ന് ഇവിടെ ഒന്നും സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മായച്ചു പോയി ആ ഭ്രാന്തനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഇളക്കാൻ നോക്ക്. ഞാനിപ്പോ വരാം. ആഘോഷങ്ങൾ നടക്കട്ടെ, കാണാം. കൊള്ളാം. നെക്സ്റ്റ്. കുഴപ്പമില്ല. പിന്നെ ആ കേക്ക് ഇതുവരെ എത്തിയില്ലല്ലോ. ഓഹ്, ഇവിടെ എവിടെയെങ്കിലും ഓർഡർ കൊടുത്താൽ മതിയായിരുന്നു. ഇതുപോലെ DKയുടെ ഒരു ബർത്ത്ഡേക്കാ ആ ജ്യോതിയുടെ ആദ്യമായി കേക്കും കൊണ്ട് കാലൂത്തിയത്. ഇപ്പോ ആ കാല് വെച്ച് അവള് നമ്മളെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താറായി. നീ വാ, നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. നമ്മൾ മാറി നിന്നുള്ള തോന്നൽ വേണ്ട. വാ. അങ്കിളെ, ആഹാ, ഇതാരേ വന്നിരിക്കുന്നത്? സുഖാണോ മോനെ? ഇതെന്താ, കേക്കാണോ? ഇത് പ്രിയമോള് തന്നയച്ചാ. എന്നിട്ട് പ്രിയ എവിടെ? അവൾക്ക് ചെറിയൊരു പനി. ഹോസ്പിറ്റലിൽ പോയില്ലേ? പോയി, ഡോക്ടറെ കണ്ടു. കുഴപ്പമൊന്നുമില്ല, ടാബ്ലറ്റ് കഴിക്കുന്നു. നിങ്ങൾ എത്തിയോ? മോളെ, ഒരുക്കങ്ങളൊക്കെ എങ്ങനെ? ഏകദേശം ആയിട്ടുണ്ട്. ഇത് കേക്കാ, അതുകൊണ്ട് വെച്ചോ. പ്രിയമോള് തന്നു വിട്ടതാ. ഞാൻ കൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, അകത്തോടെ ചെല്ല്. പത്മാവതി എവിടെ? അകത്തുണ്ട്, ചെല്ല്. ശരി. ഈ സാരി കണ്ടുപിടിച്ചത് ഏത് കാലത്താണോ എന്തോ. ഇത്രയും നീളമുള്ള തുണി പെണ്ണുങ്ങളെ എത്ര കാലമായിട്ട് ചുറ്റിക്കുന്നു. മോളെ, അച്ഛാ,
അടിപൊളി ആഘോഷമാണല്ലോടി. ഓ, നിന്റെ ഒരു ഭാഗ്യം. ആഘോഷങ്ങളെല്ലാം ഭാഗ്യമാണെന്ന് കരുതല്ലേ ശരത്. വലിയ ആഘോഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനേക്കാൾ വലിയ ദുഃഖം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇതുപോലുള്ള മറുപടിയല്ലേ പറയാൻ അറിയൂ. ശ്ശോ, ഇനി ഇതിന്റെ പേരിൽ രണ്ടുപേരും കൂടി വഴക്കിടാൻ നിൽക്കണ്ട. അല്ല, എനിക്ക് അച്ഛൻ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? അതൊക്കെയുണ്ട്, പക്ഷേ അത് സസ്പെൻസാ. ആ എടി, എന്നോട് പോലും പറഞ്ഞിട്ടില്ല. സത്യം പറയച്ചാ, എന്താ അച്ഛന്റെ പ്ലാനിങ്? അതെ, ഞാനും പത്മാവതി അമ്മയും തമ്മിലുള്ള ഒരു പ്ലാനിങ്ങാ. സമയമാവുമ്പോ നീ അതറിഞ്ഞാ മതി. നീയും. ഓ, എനിക്കിപ്പോ അതറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ പറയാഞ്ഞത്. ഡി കെ എവിടെ മോളെ? ഇപ്പഴാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഞാനൊന്ന് കണ്ടിട്ട് വരാം. അച്ഛാ, അച്ഛൻ എന്നോട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി പറഞ്ഞില്ല. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇങ്ങർക്കിത് എന്തു പറ്റി? സ്വന്തം മോളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ടും മുഖത്ത് ഒരു സന്തോഷവും. ആ, ജ്യോതിമോളെ, നീ എന്തായാലും ഭാഗ്യവതിയാ. ഇനി നിന്റെ അനിയത്തെ കൂടി ഇതുപോലൊരു നിലയിൽ എത്തിക്കണം. പിന്നെ പ്രിയമോൾക്ക് സ്വർണ്ണം എടുക്കുന്ന കാര്യമല്ലോ പറഞ്ഞിരുന്നു നിന്റെ ഭർത്താവ്? ഇല്ല മമ്മിയും, അതിനെക്കുറിച്ചൊന്നും. എടുക്കുമ്പോഴേ 250 പവൻ തന്നെ തികച്ചെടുക്കാൻ പറയണം കേട്ടോ. പറയാം. നീ വിചാരിച്ചാലേ അത് നടക്കൂ. പിന്നെ എടുക്കുമ്പോ എനിക്കൊരു കരിമണിമാലയും കൂടി എടുക്കാൻ മറക്കണ്ട. എന്റെ പണ്ടേ മുതലുള്ള ആഗ്രഹമാ കരിമണിമാല. അതൊക്കെ ഞാൻ ഏറ്റു മമ്മി. മമ്മിക്ക് എന്റെ വകയായിട്ട് ഞാനൊരു കരിമണിമാല വാങ്ങിച്ചു തരാം, പോരെ? ആണോ? അയ്യോ, പിന്നെ ഇതൊന്നും നിന്റെ അച്ഛനോട് പറയാൻ നിക്കണ്ട. അങ്ങക്ക് ഞാൻ സ്വർണ്ണം ഇടുന്നൊന്നും പണ്ട് ഇഷ്ടമല്ല. സ്വർണത്തിനോട് ഇത്രയ്ക്ക് ആർത്തിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നീ ഇങ്ങ് വാ, മമ്മി റെഡിയാക്കി തരാം. അല്ല, ഒരു വർഷം എത്ര പെട്ടെന്നാ കടന്നുപോയത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാ തോന്നുന്നത്. മോനെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്കിതൊക്കെ വിശ്വസിക്കാമോ? അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ അത്രയ്ക്ക് ഹാപ്പി അല്ലാന്ന് അങ്കിളിന് അറിയാമല്ലോ. പിന്നെ ഇതൊക്കെ അമ്മയുടെ ഒരു നിർബന്ധത്തിന് നടത്തുന്ന ചടങ്ങ് മാത്രം. ഇതൊന്നും കണ്ട് അങ്കിള് തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. സോറി അങ്കിൾ, എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ അതെന്റെ ശരിയാ. എനിക്കത് ചെയ്തേ പറ്റൂ. പിന്നെ ഒന്ന് ഞാൻ അങ്കിളിന് ഉറപ്പ് തരാം, ജ്യോതിയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ പറ്റുന്ന അത്രയും പണം നഷ്ടപരിഹാരമായി ഞാൻ നൽകും. മറ്റൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. ഒരച്ഛന്റെ മനസ്സിലെ ദുഃഖവും എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്നെ ശപിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. സന്തോഷത്തോടെ ഞാൻ അതും ഏറ്റുവാങ്ങിക്കോളാം. ഞങ്ങള് നിങ്ങളെ ഇന്ന് കാണാനിരിക്കുകയായിരുന്നു. നിങ്ങളെന്തിനാ എന്നെ കാണുന്നത്? ഒന്ന് അഭിനന്ദിക്കാൻ. ഓ, അങ്ങനെയുള്ള മര്യാദകളൊക്കെ അറിയാമോ നിങ്ങൾക്ക്?
അല്ല ഇതിപ്പോ എന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? എനിക്ക് അവാർഡൊന്നും കിട്ടിയില്ലല്ലോ എന്നെ അഭിനന്ദിക്കാൻ. നിങ്ങൾക്ക് ഞങ്ങളൊരു അവാർഡ് തരുന്നുണ്ട്. ഇത്രയും സൂത്രക്കാരിയായ ഒരു അപൂർവ ജീവിയെ കണ്ടെത്തിയതിന്. അയ്യോ, നിങ്ങള് കണ്ടെത്തിയെന്നല്ല, ഞങ്ങള് കണ്ടെത്തിന്നാ പറഞ്ഞത്. നിങ്ങൾ ഒരു അപൂർവ ഇന സാധനമാ. എന്തായാലും ഇളയ മകളുടെ കല്യാണം നടത്താനുള്ള മുഴുവൻ ചെലവും DKയുടെ തലയിൽ വെച്ച് കെട്ടിയല്ലോ. വല്ലാത്ത മിടുക്ക് തന്നെയാ. എടി, അതിന് നിനക്കൊക്കെ എന്തു വേണം? ഏട്ടന്മാരായ ഇങ്ങനെയൊക്കെയാ. ചിലപ്പോ അനിയത്തിമാരുടെ കല്യാണം നടത്തിയെന്നൊക്കെ ഇരിക്കും. അതിനെ ആരും അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നാവിന് നീളക്കൂടുതലാണ് ഞങ്ങൾക്ക് അറിയാം. അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഭാഗം കിട്ടുന്നത് വാങ്ങി മോളുടെ കല്യാണം നടത്താൻ വന്നിട്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുന്നോ? എടി ആന്റി, എന്താ മായി ചെയ്ത്? ഒരു നല്ല ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികളെ അപമാനിക്കുന്നത് ശരിയാണോ? അതിഥിയോ? ഇവരോ? അല്ല, നീ എന്തിനാ ഇവരുടെ വക്കാലത്തിന് വരുന്നേ? അതെ, ഞാൻ ആരുടെയും വക്കാലത്തിന് വരുന്നതല്ല. കേട്ടതിന് മറുപടി പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിലും ഇവരെ പറഞ്ഞ നിനക്കിപ്പം പൊള്ളും. അതെ, ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാൻ വന്നതേ എന്റെ മോളുടെയും മരുമകന്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ആയിപ്പോയി. അല്ലെങ്കിലേ എന്റെ വായിലിരിക്കുന്നത് കേട്ടേനെ രണ്ടും. ആന്റി, ആന്റി ഇങ്ങ് വന്നേ. ഇവരോടൊന്നും വർത്താനം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ വാ. ഇരുന്ന് വാങ്ങാൻ വന്നവരുടെ അഹങ്കാരം കണ്ടില്ലേ? അല്ല സ്കേ, ഇപ്പൊ കൊണ്ടുവന്ന കേക്കിന് ഒരു ഫിനിഷിംഗ് പോരാ. നമുക്ക് വേറൊന്ന് വാങ്ങിച്ചാലോ? കേക്കിന് മാത്രമേ ഫിനിഷിംഗ് പോരാന്ന് എനിക്ക് തോന്നുള്ളൂ, അതോ ഇവിടെ കാണുന്ന എല്ലാത്തിനും കുറ്റം പറയണം തോന്നുന്നുണ്ടോ? ഇതേ DKയുടെ അനിയത്തി സ്നേഹത്തോടെ കൊടുത്തുവിട്ട കേക്കാ. ഇതിന്റെ ഭംഗി മറ്റൊന്നിനും കിട്ടില്ല. അല്ല, ഇത്ര പെട്ടെന്ന് SKയുടെ മൂഡ് മാറിയോ? DK രാവിലെ തല്ലിയപ്പോ DKയോട് ദേഷ്യമായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ എന്തു പറ്റി? ഇതിന് മറുപടി എന്നെ കൊണ്ട് പറയിക്കണ ഗോകുലേ. ഇനി ഇവിടെ നിന്ന് ചൊറിയുന്ന വർത്തമാനം പറഞ്ഞ നീ എന്റെ കൈയുടെ ചൂടറിയും. ഒരിക്കൽ കിട്ടിയത് നീ മറന്നിട്ടില്ലല്ലോ. ഈ അമ്മയുടെ ഓരോ കാര്യങ്ങള്. ഹലോ ചേട്ടാ, എന്താ പരിപാടി? ഇതുവരെ റെഡിയായില്ലേ? കാട്ടുപോത്തിന്റെ സ്വഭാവമാണെങ്കിലും ഈ കോലത്തിൽ നിങ്ങളെ കാണാൻ സൂപ്പറാ. എന്തേ കാട്ടുപോത്തെന്ന് വിളിച്ച ഇഷ്ടായില്ലേ? എരുമയ്ക്കല്ലേ പോത്തിനെ കണ്ടാ മനസ്സിലാവും. നിന്നെ പോലുള്ള ലോക്കൽസിനോട് സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, ഈ വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷം കണ്ട് അധികം ആഹ്ലാദിക്കൊന്നും വേണ്ട. ഇതൊക്കെ പടിയിറക്കത്തിന് മുമ്പുള്ള അവസാനത്തെ ചടങ്ങായിട്ട് കണ്ടാ മതി. വേണമെങ്കിൽ യാത്രയപ്പെന്നും പറയാം. എന്നെ യാത്രയക്കാൻ ഈ ചടങ്ങൊന്നും പോരെ ഹിറ്റ്ലറെ. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അതൊരു ഹിസ്റ്ററി ആയിരിക്കും. ഹലോ, ഇത് ഞാനടിക്കേ. അവിനാഷ്. നീയോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി DK. വേണ്ട, ശത്രുക്കളോട് മര്യാദ കാണിക്കുന്ന ശീലം ഞാനങ്ങ് നിർത്തി. അതുകൊണ്ട്
നിന്റെ ആശംസാ കാർഡ് 4 മടക്കി നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോ. പക്ഷേ എന്താണെന്ന് അറിയില്ല, എന്റെ ശത്രുക്കളോടൊക്കെ എനിക്ക് വലിയ സ്നേഹമാണ് DK. അവരുടെ എന്ത് സന്തോഷത്തിനും എന്റെ വക ഒരാശംസ പറയണമെന്ന് എനിക്ക് നിർബന്ധം. നിങ്ങള് ദീർഘായുസായിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ആദ്യം സ്വന്തം ജീവൻ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നേ, എന്നിട്ട് മതി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എന്റെ DK, ജീവന്റെ സൂക്ഷിപ്പുകാര് നമ്മളല്ലല്ലോ. ജനനവും മരണവും വരികയും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഒന്നിനെയും ഭയപ്പെടുന്നവനല്ല DK ഞാൻ. ഒരിക്കലെങ്കിലും നിങ്ങളെ എന്റെ മുൻപിൽ മുട്ടുകുതിച്ചിട്ടല്ലാതെ മരിക്കില്ല ഞാൻ. മരണം ഇരന്നു വാങ്ങാൻ വരം കിട്ടിയവനാ നീ. ഇപ്പോഴും എന്റെ ഭിക്ഷയാ നിന്റെ ജീവിതം. അത് മറക്കണ്ട. മറന്നിട്ടില്ല DK, ഒന്നും മറന്നിട്ടില്ല. തന്നതൊക്കെ ഇരട്ടിയായി തിരിച്ചു തരും ഞാൻ. എന്തായാലും വെഡിങ് ആനിവേഴ്സറി തകർക്കട്ടെ. അത് കഴിഞ്ഞ് DK കാണാൻ വരുന്നുണ്ട് ഞാൻ. അല്ലെങ്കിലേ നമ്മളെ ജ്യോതിക്കൊന്ന് ഫോൺ കൊടുക്കോ? എനിക്കൊന്ന് വിഷയാനാണേ. വേണ്ട, അവളോട് നീ ഇപ്പൊ സംസാരിക്കണ്ട. ആരാ? അവിനാഷ്, നിന്നെ വിഷയണോന്നു എന്താ വേണോ? ഇങ്ങത്താ അവന്റെ വിഷയങ്ങ ഞാൻ ഇപ്പൊ തീർത്തു കൊടുക്കാം. നിനക്ക് എന്താടാ വേണ്ടത്? ഇനി ഈ വഴിക്കെങ്ങാനും വലിഞ്ഞേറി വന്നാണ്ടല്ലോ നിന്റെ മുട്ടുകാലും ഞാൻ തല്ലി ഒടിക്കും. സൂര്യയെ അവളുടെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയച്ച നിന്റെ ബുദ്ധി എനിക്ക് വല്ലാതങ്ങ് ബോധിച്ചു. അതിന് നിനക്കൊരു സമ്മാനം തരുന്നുണ്ട് ഞാൻ. അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നോ നീ? ഓ, സമ്മാനം കൊണ്ട് നീ ഇങ്ങ വാ. തിരിച്ച് ജീവനോടെ പോവില്ല നീ, ഓർത്തോ. അങ്ങനെയൊക്കെ ജീവൻ എപ്പോഴാ പോകുന്നതെന്ന് നമ്മളാണോ തീരുമാനിക്കുന്നത്? അല്ലല്ലോ. പക്ഷേ നിന്റെ നെറ്റിയിലെ സിന്ദൂരം മായാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിർത്തടാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗുഡ് നൈറ്റ്. എന്തൊരു നശിച്ച ജന്മം അവന്റേത്. ദാനം കിട്ടിയ ജീവിതം അഹങ്കരിക്കാനുള്ളതല്ലെന്ന് അവൻ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അധികം താമസിയാതെ അവനെ ഞാനത് പഠിപ്പിച്ചു കൊടുക്കും. ഭിക്ഷയാണ് പോലും ഭിക്ഷ. താൻ കേട്ടോളൂ തമ്പി ആ ഹിറ്റ്ലർ പറഞ്ഞത്? എന്റെ ജീവിതം അവൻ തന്ന ഭിക്ഷയാണെന്ന്. എന്റെ പൊന്നു സാറേ, അതങ്ങ് വിട്ടേക്ക്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പത്തിക്കടി കിട്ടിയ പാമ്പാ ഞാനെന്ന് അവൻ അറിയില്ലല്ലോ തമ്പി. അവനോട് പകരം ചോദിച്ചിട്ടല്ലാതെ ഈ അവിനാഷ് അടങ്ങില്ല. അത്രയ്ക്കാ അവനെന്നെ ദ്രോഹിച്ചിട്ടുള്ളത്. ഈ രാത്രി നല്ലൊരു വാർത്ത കേൾക്കാനാ മാഡം അവിടെ കാത്തിരിക്കുന്നത്. അത് മറക്കണ്ട. ഇല്ലടോ തമ്പി, എന്റെ ജീവിതം ഡിസൈൻ ചെയ്യുന്നത് ഞാൻ തന്നെ. അതിലിനി എന്തൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. സ്വച്ഛന്ത മൃത്യുവാടോ തമ്പി ഈ ഞാൻ. ഉത്തരായനം കാത്തു കിടന്നാലും ഞാൻ എപ്പോ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അല്ല, തന്റെ മാഡത്തിന് എന്തുവാ, എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല സാറേ. പിന്നെ കഴിഞ്ഞ ദിവസം ആ ചെക്കൻ ലൊക്കേഷനിൽ ചെന്ന് കയറുന്നത് സാറ് കണ്ടതല്ലേ? അന്ന് ഞാൻ അവനെ പൂട്ടിയാനെ. ആ കമ്മീഷൻ ഒന്ന് കയറിയോണ്ട് അവൻ രക്ഷപ്പെട്ടു. അതുപോലൊരു വീഴ്ച ഇനി ഉണ്ടാവരുത്. വെഡിങ് ആനിവേഴ്സറി ഇപ്പൊ അവിടെ ആരംഭിച്ചു കാണും. ആരംഭിക്കട്ടോ, ആരംഭിക്കട്ടെ. എല്ലാവരും ആനന്ദിച്ചാറാടി അങ്ങ് ആഘോഷിക്കട്ടെ. ഭാഗ്യം കൊണ്ട് അമരാവതി ചെന്ന് കയറിയ ഒരുത്തി, സ്വന്തം പെണ്ണും പിള്ള ചത്തുപോയ വേറൊരുത്ത്. അവരുടെ വെഡിങ് ആനിവേഴ്സറി. പക്ഷേ അവരിനി എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും.
അവളുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി. അത് ഹാപ്പി ആക്കണ്ടോ നമുക്ക്? പിന്നല്ലാതെ ഈ വെഡിങ് ആനിവേഴ്സറി നമുക്ക് ഒന്ന് ആഘോഷിക്കണം സാറേ. ഓക്കേ, പക്ഷേ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. പ്ലാനിങ്ങിൽ ഒരു മാറ്റവും സംഭവിക്കരുത് തമ്പി. എല്ലാം പറഞ്ഞ പോലെ നടന്നാൽ മാഡം സാറിനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് സമ്മാനിക്കും. സാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ്. എടോ, താൻ ആദ്യം സിനിമാ നടിയെ ഒന്ന് മീറ്റ് ചെയ്യാൻ അറേഞ്ച് ചെയ്യും, എന്നിട്ടാവും ബാക്കിയൊക്കെ. അതൊക്കെ ഞാൻ ഏറ്റുന്നേ. പക്ഷേ ഇന്ന് സാറും മാഡത്തിനെ നിരാശപ്പെടുത്തരുത്. ഇല്ല തമ്പി, ഈ വെഡിങ് ആനിവേഴ്സറി നമ്മളൊരു സംഭവമാക്കും. ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു തമ്പി. എങ്ങനെയുണ്ട് രാജകുമാരിയുടെ സ്റ്റൈൽ? കള്ളിയങ്കാട്ടുനീലി കല്യാണത്തിന് പോകാൻ ഒരുങ്ങിയ പോലെയുണ്ട്. അയ്യടാ, തമാശ പറയല്ലേ. ചുരിദാറിട്ട കുശിനിക്കാരാ. പൊടി ബേക്കറിക്കാരി. എടി തുളസി, നീ ഇതെവിടെയാ? ഞാനും ആദ്യം കൂടി നിന്റെ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുക. നിന്റെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് പൊളിക്കാടി. എന്റെ ഈശ്വര, നീ ഇതെങ്ങനെ അറിഞ്ഞു? ആത്മാർത്ഥതയുള്ള കൂട്ടുകാരികൾ അങ്ങനെയാടി. നീ എന്നെ അന്വേഷിക്കാറില്ലെങ്കിലും ഞാൻ നിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. എന്നാ പിന്നെ നീ വേഗം വാ, എനിക്ക് നിന്നെ കാണാൻ കൊത്തിയായിട്ട് വയ്യ. അത് ശരി. ആ ശരി. അതെ, എന്തിനാ ആവശ്യമില്ലാതെ കൂട്ടുകാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്? എന്റെ പൊന്നു ചേട്ടാ, ഞാൻ വിളിച്ചതല്ല, അവര് വരുന്നതാ. ഇത്രയ്ക്ക് സന്തോഷിക്കാൻ ആരെ ഈ തുളസി? അവൾ എന്റെ ചങ്ക് കൂട്ടുകാരിയാ. ഒത്തിരി നാളായി കണ്ടിട്ട്.